അപ്പൊ ഇന്ത്യയിലെ നിലവില് അത്യാവശ്യം വെളിയിൽ നിന്ന് വരുന്ന ഫോറിൻ വണ്ടി ആണല്ലോ ഇത്. ഇത്രയും അത് വിദേശ രാജ്യത്തുള്ള എല്ലാ ഫെസിലിറ്റി, ഓടുന്ന വണ്ടിയിലുള്ള എല്ലാ ഫെസിലിറ്റി ഈ വണ്ടിയിലുണ്ട്. മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ളൊരു വണ്ടി ഓടിക്കാം. ക്ഷീണം കുറവാണ്. കാരണം ഇത്രയും 2500 കിലോമീറ്റർ ഒക്കെ വണ്ടി ഓടി വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് അതിനായിട്ടുള്ള നമുക്ക് സുഖമുണ്ട് വണ്ടി ഓട്ടത്തില്. ഒരു കാറിനകത്ത് ഇരുന്ന് പോകുന്ന ഫീലാണ്. പിന്നെ ഈ ഡ്രൈവർ സീറ്റ് എല്ലാം എയർ ബാഗിലാണ് കിടക്കുന്നത്. എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആയിട്ട്. പിന്നെ സാലറിയുടെ കാര്യത്തിൽ പേടിക്കേണ്ട. മറ്റ് കമ്പനികളിലൊക്കെ പോകുന്ന പോലെ നമ്മൾ വിളിച്ചു ചോദിച്ച് സാലറി വന്നില്ലല്ലോ, അങ്ങനൊന്നും കറക്റ്റ് ഡേറ്റില് നിങ്ങളൊരു ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്ന പോലെ തന്നെ അക്കൗണ്ടിൽ പൈസ വന്നിരിക്കും, കൃത്യമായിട്ട് പൈസ വന്നിരിക്കും. അതാണ് വേണ്ടത്. അതാണ് ഞാനിതുപോലെ ഇവിടെ ഒന്ന് ജോലികൾ ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളായതുകൊണ്ട് അറിയാം. ഇവിടെ അങ്ങനെ കുറെ പിന്നെ ഫെസിലിറ്റികൾ, താമസിക്കാനുള്ള സൗകര്യം. നിങ്ങൾ ഹബ്ബിൽ ചെന്നാൽ ഹബ്ബില് AC റൂം, കിടക്കാനുള്ള സൗകര്യം, കട്ടിലുകളുണ്ട്, ബാത്റൂം, ടോയ്ലറ്റ്, ക്യാൻറ്റീൻ സൗകര്യമുണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും. അപ്പൊ ഫുഡൊക്കെ നമ്മുടെ പൈസ പിന്നെ അവിടെ ക്യാൻറ്റീനിൽ കഴിക്കണം. ചില ഹബ്ബുകളിൽ ഫ്രീ ആയിരിക്കും ഫുഡ്. ചിലയിടത്ത് 25 രൂപ അങ്ങനത്തെ ചെറിയ കൂപ്പൺ ഉണ്ട്. നമ്മൾ ID പറഞ്ഞു കൊടുത്ത് നമുക്ക് എംപ്ലോയി ഉണ്ട്. ID കൊടുത്താൽ അവർ കൂപ്പൺ എന്തെങ്കിലും കൂപ്പൺ കൊടുത്ത് ഭക്ഷണം കഴിക്കാം, സാലറിയിൽ നിന്ന് കട്ടാക്കും. അതൊന്നും വലിയ പൈസ ഒന്നും അങ്ങനെ പോകുന്ന കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഇത് കുക്ക് ചെയ്യാൻ അലൗഡ് അല്ല വണ്ടിയിൽ. ലൈനിൽ വഴിയിൽ നിന്ന് കടയിൽ നിന്ന് കഴിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടി നിർത്തുന്നത് ഫുഡ് കഴിക്കാനും നമുക്ക് ടോയ്ലറ്റ് ആവശ്യം. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോ ഓടുമ്പോൾ ഹബ്ബിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രമേ വണ്ടി നിർത്താറുള്ളൂ. അല്ലാണ്ട് ഫുൾ കണ്ടിന്യൂസ് റണ്ണിങ് ആണ്. പിന്നെ ഓടുന്ന വണ്ടിയെ കിടന്ന് ഉറങ്ങണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഈ ജോലി ചെയ്യുമ്പോൾ തയ്യാറാവണം. ഇതിന് പ്രത്യേകം ടൈമിംഗ് ഉണ്ട്. നമ്മൾ ഈ 2100 കിലോമീറ്റർ എത്ര 54 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടിയത്. 2100 കിലോമീറ്റർ ഓടിക്കാൻ 200 കിലോമീറ്റർ. ഓരോ ലൊക്കേഷൻ ചിലപ്പോൾ മാറും. റോഡ് പണിയൊക്കെ ഉള്ള സ്ഥലങ്ങൾ അവർക്കറിയാം. അതനുസരിച്ച് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും. ഇപ്പൊ നമ്മൾ താമസിച്ചാണോ എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്താണ്? താമസിച്ചാണ് ഇവര് നമ്മൾ പെർഫോമൻസ് ആപ്ലിക്കേഷൻ ഉണ്ട് ഡ്രൈവറുടെ. അതിൽ കിടക്കുന്നത് കുറയും. ഇത് ടൈമിംഗിലാണ്, ടൈമിൽ എത്തിക്കണം. ഈ കമ്പനിയുടെ തന്നെ ഇതെന്ന് വെച്ചാൽ ഈ പറയുന്ന ടൈമിൽ കാർഗോ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുകയാണ്. അതിനുവേണ്ടിയാണ് ഇവര് വോളോട് വണ്ടി എടുത്തിരിക്കുന്നത്. ഇത്രയും ദൂരമുള്ള ഇത് ഇത്രയും വലിയ ട്രോളിക്കകത്ത് അത്രയും പാഴ്സൽ കൊണ്ടുപോകാൻ സാധിക്കണം. അതിന് വേണ്ടി അപ്പൊ മൊത്തം എത്ര വണ്ടികൾ നമ്മൾ അതൊരു നല്ല 1000 മേളിൽ വണ്ടി ഉണ്ടാവാൻ സാധ്യത. ഇതിപ്പോ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വണ്ടിയല്ല. ഈ വണ്ടി അവിടെ ചെന്നാൽ അടുത്ത വണ്ടി കൊണ്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഈ വണ്ടിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് കിട്ടത്തില്ല. ഈ വണ്ടി ഓടി അവിടെ ചെല്ലുന്ന അടുത്ത ഡ്രൈവർ ഇപ്പൊ ഡീസൽ അടിച്ചു, ആഡ്ബിൾ അടിച്ചു, വണ്ടി താക്കോൽ കൊടുത്താൽ അടുത്ത ആളെ ഡ്യൂട്ടി ഈ വണ്ടി എടുത്തിട്ട് പോവാം. നമുക്ക് 6 മണിക്കൂർ റെസ്റ്റ് കിട്ടിയാൽ ചിലപ്പോൾ ഈ വണ്ടിക്ക് അത് കിട്ടത്തില്ല. ഈ 2200 കിലോമീറ്റർ ഓടി വണ്ടി അതേ സ്പീഡിൽ തന്നെ ചിലപ്പോൾ തിരിച്ചു വരും. 4-5 ദിവസമൊക്കെ കണ്ടിന്യൂസ് ഓടിക്കൊണ്ടിരിക്കും. അത് ഓളോട് വണ്ടി ആയതുകൊണ്ട് വണ്ടിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് എത്ര ദിവസം നമ്മളിപ്പോ ഫസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് അവിടെ വന്ന് നമ്മൾ പുറത്ത് താമസിച്ച് നമ്മൾ അത് കോഴ്സ് അറ്റൻഡ് ചെയ്യണം. അങ്ങനല്ല, നമ്മളവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് 90 ഡിഗ്രി പാർക്കിംഗ് ടെസ്റ്റ് ഉണ്ട്. ചിലപ്പോൾ കോൺ വെച്ചിട്ട് ഷേപ്പില് വണ്ടി കൊണ്ടുവന്നിട്ട് 90 ഡിഗ്രി ഡോക്കി കൊണ്ട് പാർക്ക് ചെയ്യണം. കാരണം ചിലയിടത്തൊന്നും നേരെ സ്ട്രേറ്റ് റിവേഴ്സ് പാർക്കിംഗ് ഒരു ഹബിലും ഇല്ല. നമ്മൾ സ്പേസ് കാണത്തില്ല ചിലയിടത്ത്. നമ്മൾ ഇങ്ങനെ കിടക്കുന്ന വണ്ടി 90 ഡിഗ്രിയിൽ ചെറിയ സ്പേസ് ആയിരിക്കും നമ്മൾ പാർക്ക് ചെയ്യുന്നത്.